നമ്മള് സരിത സവിത തിയേറ്ററിന്റെ മുമ്പില് നമ്മുടെ കാഞ്ഞിരമറ്റം പ്രശാന്തിന്റെ സിനിമ റിലീസ് ചെയ്ത ദിവസം നമ്മൾ കാണാൻ പറ്റും. അപ്പൊ നീ എന്നെ വിളിച്ച് കാറിൽ കൊണ്ടുപോയി. നിന്റെ കാറിൽ കൊണ്ടുപോയപ്പോ ഞാൻ എന്നെ കാണിച്ചു തന്നു ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ. വണ്ടിക്കകത്ത് നീ സെറ്റ് ചെയ്തേക്കുക. അപ്പൊ തന്നെ നീ ചേട്ടാ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊരു മൈക്കും എടുത്തിട്ട് അതെ നല്ല ഇനം തേങ്ങ സമീപിക്കുക നീ ഒരു പരസ്യം ചെയ്തു. അവിടെ വെച്ച് തന്നെ നീ ഡബ് ചെയ്തിട്ട് പരസ്യം ചെയ്തിട്ട് പറഞ്ഞു മൊബൈലാണ് ചേട്ടാ അതെ രാവിലെ 6000 രൂപയുടെ പണി എടുത്തു എന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ സ്വന്തമായി ഇപ്പൊ ഈ പറഞ്ഞ വാക്ക് കറക്റ്റാ. ഉത്തരവാദിത്തത്തിൽ ചെയ്തു സ്വന്തമായി ഒരു സ്റ്റുഡിയോ വണ്ടിയിൽ സെറ്റ് ചെയ്ത് പോകുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഹരിശ്രീ പ്രവീൺ. അതെ എന്താ കാര്യത്തിന് എന്നെ ചോദിച്ചാൽ ഞാനൊരു നല്ല മടിയനാണ്. എനിക്കറിയാം. കാരണം ഇത് വേണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് ഈ ലാപ്ടോപ്പും ഇതൊക്കെ വെച്ചിട്ട് സൗണ്ട് കാർഡൊക്കെ വെച്ചിട്ട് സ്റ്റുഡിയോ ചെയ്യാൻ പറ്റും. അതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ എനിക്കിതൊക്കെ പഠിക്കാനുള്ള മടി കൊണ്ടും ഇതൊക്കെ ഓർത്തിരിക്കാനുള്ളത് കൊണ്ടും തന്നെയല്ല ഞാൻ വീട്ടിലിരിക്കുന്ന സ്വഭാവക്കാരനല്ല. എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ യാത്ര. അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും ഈ സൗണ്ട് ആൾക്കാർ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാനായിട്ടാണ് വണ്ടിക്കകത്ത് തന്നെ സാധനം സെറ്റ് ചെയ്തത്. അത് അടിപൊളിയാണ്. കാരണം ഞാൻ ഞെട്ടിപ്പോയി. MGയുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. ഈ വണ്ടിയെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് അത് വളരെ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടും സൈലന്റ് ഒരു സ്റ്റുഡിയോ കൺസോളിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നിന്റെ വണ്ടി. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു സംഭവം എന്നല്ല. ഒരുപാട് പേര് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പണ്ടുതൊട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അതിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നു പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ എൻ്റെ ഡബ്ബിങ് കാലഘട്ടത്തിലൊക്കെ വണ്ടിക്കകത്തൊക്കെ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഡബ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിക്കണം. അപ്പൊ അത് പോസിബിളായി. കറക്റ്റായി. അതെ പോസിബിളായി.